നമസ്കാരം, വേഡിയാഴ്ചയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന പറമ്പ് രാജേഷ് എന്നൊരു സുഹൃത്തിൻ്റെ പറമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുട്ടികളൊക്കെ എല്ലാവരും കൂടിയാണ് ഈ പറമ്പിൽ കൃഷി ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നട്ടേക്കണത് എന്താണെന്ന് വെച്ചാൽ വാഴയുണ്ട്, കൂർക്കയുണ്ട്, പിന്നെ അപ്പുറത്ത് കുറച്ച് കൊള്ളി നട്ടണം. ആളുടെ വർക്ക് ശരിക്കും വെൽഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ആളെ വെൽഡിങ്ങിന് ആൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പറമ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇയാളുടെ ഭാര്യയും പിള്ളേരാണ്. അപ്പോൾ നമുക്ക് ആളുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കും. രാജുഭായേ, ഇപ്പം എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്? കൃഷിപ്പണി 10 കൊല്ലത്തോളമായി. 10 വർഷമായി. ആ, അപ്പോൾ അതിനിടയ്ക്ക് വെൽഡിങ്ങിന് പോകണുണ്ടല്ലേ? വെൽഡിങ്ങിൻ്റെ പണി 9 മണിക്ക് തുടങ്ങി 6 മണി വരെ. അപ്പോൾ കാലത്ത് ഒരു 6 മണിക്ക്, വെളുപ്പിന് 6 മണിക്ക് വന്നിട്ട് ഒരു 8 മണി വരെ ഇവിടുത്തെ ഈ പറമ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാണ്ട് പിന്നെ ഞായറാഴ്ച ദിവസം പണിയില്ലാത്ത ദിവസം ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂർക്ക പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ വാഴ 250 വാഴകളുണ്ട്. പിന്നെ കൊള്ളി ഉണ്ട്. കൊള്ളി ഇപ്പോൾ പറിച്ചു പോയി ഇപ്പോൾ 2ാമത് കുത്തി. പിന്നെ കൂർക്കയുണ്ട്, പയറുണ്ട്, പിന്നെ തക്കാളി ഉണ്ടല്ലേ? തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ. അത് കുറച്ചുള്ളൂ, അത് വീട്ടാവശ്യത്തിന് മാത്രം. പയറൊക്കെ കൊടുക്കാൻ ഇങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ ഇവിടെ വന്ന് മേടിച്ചിട്ട് പോകണം ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കുക ചെയ്യുക, കടകളിലേക്ക് കൊണ്ടു കൊടുക്കുക? ചൗക്കയിൽ ഒരു ചന്തയുണ്ട്, അപ്പോൾ ആ ചന്തയിൽ ഞാൻ കൊണ്ടുകൊടുക്കും. അങ്ങനെ ചെയ്യാറ്. പിന്നെ ചാലക്കുടി ചന്തയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏത് സ്ഥലത്തെ വില കൂടുതൽ കിട്ടണേ അപ്പോൾ അവിടെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ആവശ്യക്കാർ നമ്മൾ ഈ പറമ്പിൽ വന്ന് ചോദിച്ചാൽ കൊടുക്കില്ലേ? പിന്നെന്താ, കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. അപ്പം നമ്മൾക്ക് ഈ ഉണ്ണി വന്നിട്ടില്ല, കൊച്ച് വന്നിട്ടുണ്ട്. അപ്പൊ കൊച്ചൊക്കെ ആണല്ലേ ഇതിന്റെ കൂടുതൽ? ഈ പയറൊക്കെയും ഞാൻ വാരം വാടി കൊടുക്കുള്ളൂ. ഇവളും ഇവളുടെ അമ്മയും കൂടിയാണ് പയർ കുത്തണതും. പയറിന് വള ഇട്ട് തരാൻ വരും, ഞാൻ മൂടും. ഇട്ട് തരാൻ ഇവരെന്നെ ഇടും. പിന്നെ കൂർക്ക കുത്തി കൂട്ടാനായിട്ട് വരും. എല്ലാത്തിനും വരണുണ്ട്. ശരി. അപ്പൊ നമുക്ക് ഉണ്ണീനെ കാണാം. ഉണ്ണിയെ നമസ്കാരമുണ്ട്. മോളെത്തല്ല പഠിക്കണേ? 6 പഠിക്കണു. അപ്പം അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, മോളും അമ്മയൊക്കെ കൂടിയാണെന്ന് ഈ കൃഷിയിലേക്ക്. എന്താണ് ഇങ്ങനെ ഇത്രയ്ക്ക് ഇഷ്ടം ഈ കൃഷിയോട്? ഈ ഇതിനൊക്കെ വളം എന്നിട്ടാ ഈ വാഴയ്ക്കും പയറിനും ഈ കൂർക്കയ്ക്ക്? വാഴയ്ക്ക് നമ്മൾ വളം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചാണം, പിന്നെ കോഴിക്കാട്ടം, പിന്നെ കപ്പലി പിണ്ണാക്ക്, പിന്നെ അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാറുള്ളൂ. നാടൻ വളം തന്നെയാണ്, ജൈവവളം. പയറിനും കപ്പലി പിണ്ണാക്ക് ഭയങ്കര വിലയാണ്. ഞാൻ അല്ല, വാഴക്ക് നല്ല ഇതായിട്ട് കിളിർത്ത് നിൽക്കണ്ടേ? കപ്പലി പിണ്ണാക്ക് ധാരായിട്ടില്ല. പിന്നെ അടുത്ത വളം കോഴിക്കാട്ടം ഒന്നുകൂടി ഇട്ടിട്ട്, മഴ കാരണേ കോഴിക്കാട്ടം ഇട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ ചൂട് കുറയില്ല. ചൂട് കുറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വളം കപ്പലി പിണ്ണാക്ക് ഇട്ടാലാണ് വാഴ ഇങ്ങനെ നല്ല കനത്തിൽ പോരുള്ളൂ. പിന്നെ പയറിന് നമ്മൾ കൂർക്കയ്ക്കൊക്കെ ചാണപ്പൊടിയും കൂർക്ക് കുത്തി കൂട്ടുന്നത്, ചാണപ്പൊടി ഇട്ടിട്ട് കൂർക്ക് കുത്തി കൂട്ടാം. അത് എവിടെ മേടിക്കണേ? ചാണപ്പൊടി അവിടെ കൂലാറിൻ്റെ ഫാമിൽ നിന്ന്. പിന്നെ കൂലാടൻ ജോസേട്ടനാണോ? ജോസേട്ടൻ്റെ ഫാമിൽ. നമ്മുടെ ജോസേട്ടൻ കുതിരയൊക്കെ ഉള്ള. ശരി. കൊള്ളിക്ക് അത് തന്നെയാണ് പറഞ്ഞത്? കൊള്ളിക്ക് കോഴിക്കാട്ടം. കൊള്ളിക്ക് കോഴിക്കാട്ടടാ. അല്ലേ? കോഴിക്കാട്ടം കൊള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് കോഴിക്കാട്ടം. ചാണപ്പൊടി ഇതില്ലേ, ചാണപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കനപ്പൂരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, കൊള്ളി അല്ലേ? ചാലക്കുടി കൃഷിഭവനിൽ കൊടുക്കാറുണ്ടോ? കൃഷിഭവനിലുമായിട്ട് ഒരു ബന്ധമില്ല. ഇല്ലല്ലേ? നഷ്ടം വന്നാൽ നമുക്ക് നഷ്ടം, ലാഭം വന്നാൽ നമുക്ക് ലാഭം. പിന്നെ ആദ്യം കുറേ വാഴയ്ക്കും 2018 വെള്ളപ്പൊക്കത്തിൽ പോയിട്ടുണ്ട്. അത് ഇവിടെയല്ല, കുട്ടാടഞ്ഞറയിൽ വാഴ വെച്ചിട്ട് 2018 വെള്ളപ്പൊക്കത്തിൽ ഒരു 350 വാഴയോളം പോയിട്ടുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോൾ പുഴ മാരി കിടക്കുന്നു. അപ്പോൾ രാജേഷിൻ്റെ ഇത് സ്വന്തം സ്ഥലമല്ലല്ലേ? സ്വന്തം സ്ഥലമില്ല. സ്വന്തം സ്ഥലം ആകെ 2.5 സെന്റ് സ്ഥലമുള്ളൂ. വീട് മാത്രം. 2 സെന്റ് വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പാട്ടത്തിന് എടുത്തണ്ട? പാട്ടത്തിന് എടുത്തുണ്ട്. ഇത് നാസറിന് പറഞ്ഞിട്ട് സാറിൻ്റെ ആള് ചെയ്തോളം പറഞ്ഞിട്ട്. വാഴയും ഇതൊക്കെ നനയ്ക്കുന്നത് എങ്ങനെ? നനയ്ക്കുന്നത് ഇവിടെ ഒരു കിണറുണ്ട്, മോട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ കനാല് വെള്ളം വന്നാലാണ് അതിൽ വെള്ളം കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ കനാല് വെള്ളം വന്നു കഴിയുമ്പോൾ
അവിടുന്ന് തോട് ഇങ്ങനെ നേരിട്ടുണ്ട്. അപ്പോൾ ആ തോട്ടിക്കൂടെ ഓരോ തോട്ടിക്കൂടെ ഇങ്ങനെ തിരിച്ച് വിടും. അതിപ്പോൾ കനാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അമ്മയും വേഗം നനച്ച് വിടാറുണ്ട്. അവൾ കുട്ടിച്ചിങ്ങനെ വിട്ട് നനയ്ക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്മ തന്നെയാണ് നനച്ചത്, ഞാനും നനച്ചു. ഇപ്പോൾ ഞാൻ പഠിച്ചു പോകണ സമയത്താണെങ്കിൽ അമ്മ ഒന്ന് നനയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ആൾക്ക് വയ്യ, അപ്പോൾ ഒന്നും ചെയ്യാൻ വരാറില്ല.